നിങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കും. 3 പേരും അവസാനിപ്പിച്ചു. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് കുടുംബം ചർച്ച ചെയ്യാൻ തുടങ്ങി. അവർ വളരെ ധനികരല്ലാത്തതിനാൽ സമ്പത്ത് ക്ഷണിക്കാൻ സ്ത്രീ പറഞ്ഞു. എന്നിരുന്നാലും ആ മനുഷ്യൻ വിസമ്മതിക്കുകയും വിജയം ക്ഷണിക്കാനും താൻ ലോകത്തിൽ വളരെ വിജയകരമാണെന്ന് ലോകത്തിന് തെളിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. മറിച്ച് കുട്ടികൾക്കും കുട്ടികളുടെ മുത്തശ്ശിയായ വൃദ്ധയ്ക്കും വ്യത്യസ്തമായ ചിന്തയുണ്ടായിരുന്നു. സ്നേഹം ക്ഷണിക്കാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ കുടുംബം എന്നേക്കുമായി സന്തുഷ്ടരായി തുടരും. കുറെ നേരം കൂടി ആലോചിച്ച ശേഷം കുട്ടികളുടെയും വൃദ്ധയുടെയും ആഗ്രഹം നിറവേറ്റുന്നതിനായി സ്നേഹം ക്ഷണിക്കാൻ കുടുംബം തീരുമാനിച്ചു. കുടുംബം മുഴുവൻ മൂവരെയും സമീപിച്ച് അവരോടൊപ്പം താമസിക്കാൻ സ്നേഹത്തെ ക്ഷണിച്ചു. ഇത് കേട്ട് 3 വൃദ്ധരും സന്തോഷത്തോടെ വീടിനകത്തേക്ക് കയറി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അവർ ചോദ്യം ചെയ്തു. വിജയം അവരോട് പറഞ്ഞു, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് സ്നേഹമല്ലാതെ മറ്റെന്തെങ്കിലുമാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകും. സമ്പത്ത് കൂട്ടിച്ചേർത്തു. സ്നേഹം, വിജയം, സമ്പത്ത് എന്നിവ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ പോലെ സ്നേഹത്തോടൊപ്പമുണ്ട്. സ്നേഹം നിറഞ്ഞ സ്ഥലം സമൃദ്ധിയും വിജയവും കൊണ്ട് നിറയും. സ്നേഹം പങ്കിടുക. സ്നേഹമുള്ളവരായി തുടരാൻ തിരഞ്ഞെടുക്കുക.